അങ്ങനെ ഇന്നത്തെ യാത്ര പാലക്കാട് നിന്നും പെരിന്തൽമണ്ണയിലോട്ട്. എന്തിനാണെന്നല്ലേ വഴിയെ പറയാം. ഈ യാത്രയിൽ എൻ്റെ വലിയ ബ്രദർ മാത്രം വന്നിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ ഇക്കയുണ്ട്, അനിയനുണ്ട്, പിന്നെ പപ്പ, അമ്മ, നാത്തൂനുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ എൻ്റെ പപ്പാൻ്റെ ഉമ്മയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ പപ്പ, അങ്ങനെ കുറച്ച് പേരൊക്കെ അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാവരും ഓരോ കഥ പറഞ്ഞിട്ടും റോഡ് നോക്കിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ദൂരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ റൂട്ടിൽ നല്ല മഴയുണ്ടായിരുന്നു. ഇടയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഒരു ഭാഗത്ത് മാത്രം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ആ മഴയില്ല. പിന്നെ ബ്ലോക്കിൻ്റെ സെക്ഷനായി. പിന്നെ ആ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും തന്നെ വൈകുന്നേരം അയക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് പെരിന്തൽമണ്ണയിൽ തന്നെ വലിയ ഒരു വെഡ്ഡിങ് സെൻ്ററായ ഫാമിലി എന്ന ഷോപ്പിലോട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനാണ് പോകുന്നതെന്നും. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പല വക വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. 1, 2, 3, 5 ഐറ്റംസ് അല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അവിടെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഫാമിലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്ക് പറയാം. എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ്, ബ്രൈഡിനും ഗ്രൂമിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പെരിന്തൽമണ്ണ എത്തിയത്. ഫാമിലി ഷോപ്പ് വെറുതെ ഞാൻ പറയുന്നതല്ല, നല്ല കളക്ഷൻസാണ്, റീസണബിൾ പ്രൈസും കാര്യങ്ങളും എല്ലാം തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ കളക്ഷൻസ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. നമ്മുടെ ഫറുവാണ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്ത് നോക്കുന്നത്. പിന്നെ അങ്ങനെ ചെക്കനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുറ്റുവട്ടം നോക്കുക. ഉമ്മാമ്മ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ അവിടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും സെലക്ഷൻ ലാസ്റ്റ് ആ ഒരു ടൈമിൽ നിൽക്കുകയാണ് കേട്ടോ, ഏതാ എടുക്കുകയെന്ന്. കാരണം നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല, അത്രയും നല്ല കളക്ഷൻസും കാര്യങ്ങളാണ്. റേറ്റും റീസണബിൾ പ്രൈസായിട്ടേ തോന്നിയുള്ളൂ. എല്ലാ തരം മോഡലിലുള്ള ഡ്രസ്സുകളും, ബ്രൈഡിനായിക്കോട്ടെ ഗ്രൂമിനായിക്കോട്ടെ, എല്ലാ മോഡലിലുള്ള വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസാണ് നമുക്കിവിടെ കളക്ഷൻസ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ കുട്ടികളെ കൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തൊക്കെ നിൽക്കുകയായിരുന്നു. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും സെലക്ഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ എൻട്രൻസിൽ കാണുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അവിടുത്തെ എല്ലാ കളക്ഷൻസും. അപ്പോൾ മറക്കണ്ട, ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് പെരിന്തൽമണ്ണ ഫാമിലി ഷോപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രിയായി. പിന്നെ ഞങ്ങളെല്ലാവരും വണ്ടി കയറി വന്നു. നമ്മൾ പാലക്കാട് എത്തിയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നത്. അങ്ങനെ പാലക്കാട് നിന്ന് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിരിഞ്ഞു. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ രീതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ മറക്കല്ലേ.